ഹലോ. അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 7 അതായത് സൺഡേ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. സോ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും താഴെ വന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വൈകിട്ട് നമുക്ക് നേരെ റിവ്യൂയിലോട്ട് പോവാം. അതുമാത്രമല്ല, ഇന്നലത്തെ വീഡിയോ ഇടാൻ ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. അതായത് ഇന്നാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസും പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ക്ഷമിക്കുക, വീഡിയോ കാണുക. അതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, അതുമാത്രമല്ല ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വൈകാതെ നമ്മൾ റിവ്യൂയിലോട്ട് പോവാം. റിവ്യൂവിൽ ഇന്ന് സൺഡേ വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. പക്ഷെ ഫസ്റ്റ് തന്നെ നടന്നത് എവിക്ഷൻ ആയിരുന്നു. അങ്ങനെ എവിക്ഷനിൽ നമ്മുടെ മുൻഷി രഞ്ജിത്തിനെ എവിക്റ്റ് ചെയ്ത് വിടുകയാണ്. ലാലേട്ടൻ വന്ന് ലാലേട്ടൻ്റെ അടുത്തേക്ക് വരാൻ മുൻഷി രഞ്ജിത്തിനോട് പറയുകയാണ്. അങ്ങനെ രഞ്ജിത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം രഞ്ജിത്ത് അങ്ങനെ ആരോടും മിണ്ടാതെ നേരെ ഫസ്റ്റ് കൺഫ്യൂഷൻ റൂമിൻ്റെ വാതിലോട്ട് പോവാണ്. അവിടുന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ട് നേരെ എങ്ങോട്ട് പോവാണ്, നമ്മുടെ മെയിൻ ഡോറിലോട്ട് പോവാണ്. പക്ഷെ ഒരു മൈൻഡും ഇല്ല, ആരോടൊരു മൈൻഡും ഇല്ല. എന്തോ പെട്ടെന്നൊരു വിരോധം പോലെ, വിരോധമല്ല, എന്തോ ഒരു ഇഷ്ടമല്ല, അങ്ങനെ ഇറക്കി വിട്ടത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിക്ക് പുള്ളി ഇറങ്ങി പോവാണ്. അതിനുശേഷം നമ്മുടെ അനിമോള്, ശൈത്യ ഇവരെയൊക്കെ ലാലേട്ടൻ സേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സേവ് ചെയ്ത് അനിമോളെയും ശൈത്യനും സേവ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ കംപ്ലൈൻറ്റ് പരാതിപ്പെട്ടി വരികയാണ്. 2 പരാതിപ്പെട്ടിയാണ് വന്നത്. ഒന്നെന്ന് പറയുന്നത് അനീഷിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന പരാതികളും, രണ്ടെന്ന് പറയുന്നത് മറ്റ് വീട്ടുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന പരാതികളും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അവർ തന്നെയാണ് കംപ്ലൈൻറ്റ് ചെയ്തത്. ഇതിൽ ഫസ്റ്റ് എടുത്തത് ആദിലയുടെയും നൂറയുടെയും കംപ്ലൈൻറ്റ് ആണ്. അത് മെയിൻലി നമ്മൾ ലൈവ് കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. അതായത് ആദിലയുടെയും നൂറയുടെയും അതായത് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്, അവരുടെ പാരൻസിനെ പറ്റിയിട്ട് അനീഷ് എന്താ കൊനസ്റ്റ് ചോദ്യം ചോദിക്കുക, അങ്ങനെ അതൊരു ഇതായിപ്പോയി. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, അനീഷ് കോമണറാണ്, കോണ്ടന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗെയിം അത്യാവശ്യം എന്തൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ ഉള്ള കാര്യം പറഞ്ഞാൽ അനീഷ് നല്ല ഓവറാണ്. സീരിയസ്ലി അനീഷ് ഉള്ള കാര്യം, ടു ബി വെരി ഫ്രാങ്ക്, അനീഷ് നല്ല ഓവറാണ്. കോമണറാണ്, കാര്യം ശരിയാണ്, പക്ഷെ നല്ല ഓവറാണ്. അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അനീഷ് ഇടപെടുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വ്യക്തിപരമായിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അവരുടെ ഫാമിലി മാറ്റേഴ്സൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു, അവരിങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അനീഷ് ചുമ്മാ കുത്തി അതിന് നെവിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആദില കരയുകയാണ്. ഉടനെ നെവിന് കോണ്ടന്റ് കിട്ടാൻ വേണ്ടി ക്യാമറയുടെ അടുത്ത് പോയി ചെന്ന് പറയാണ്, ആദിലയുടെയും ന്യൂറയുടെയും മാതാപിതാക്കളെ ബിഗ് ബോസ് എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ അനീഷ് അവിടെ പോയിട്ട് പറയുന്നുണ്ട്. ഇതാണ് ലാലേട്ടൻ അത് ആ AV കാണിച്ചു തന്നതിന് ശേഷം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആദില കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനീഷ് എന്തോ അനീഷിനെ ഇവർ കളിയാക്കുന്നതാണ് അനീഷ് പറയുന്നത്. അങ്ങനെയൊന്നും ആദില എന്ന് പറയും പറഞ്ഞിട്ടില്ല. അനീഷിനെ ഇവർ ട്രിഗർ ചെയ്യുന്നതെന്നാണ് ഒരു വാക്ക് പറഞ്ഞാൽ മറന്നുപോയി. അയാളെ കളിയാക്കുന്ന രീതിക്കാണ് ഇവർ സംസാരിച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒന്നും അല്ല നടന്നത്. നമുക്ക് ആ AV കണ്ടാലറിയാം. അനീഷിന് എന്തോ ലാലേട്ടൻ വളരെ പൊക്കി എവിടെ വെക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം എയറിലൊന്നും അല്ലാതെ അനീഷ് എന്തോ നല്ല ഗെയിമറാണെന്നുള്ള രീതിക്ക്. പക്ഷെ എനിക്ക് അങ്ങനെ ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇത് തന്നെയാണ് എടുത്തു പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അഭിലാഷ് പറയുന്നുണ്ട് ഇവിടുത്തെ ആർട്ടിസ്റ്റുകളെല്ലാം നികൃഷ്ട ജീവികളാണെന്ന് ഈ അനീഷ് പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷെ അനീഷ് അതിനെ അഗെയിൻസ്റ്റ് ക്രോസ് ചെയ്യുന്നുണ്ട്. അനീഷ് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അപ്പാനിയും ബിന്നിയും ഒക്കെ അപ്പാനിയുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പാനിക്ക് പക്ഷെ അപ്പാനീനെയും തിരിച്ച് ലാലേട്ടൻ പറഞ്ഞൊരു മൂലയ്ക്ക് ഇരുത്തുന്നുണ്ട്. പിന്നെ ശൈത്യ പറയുന്നുണ്ട്, ശൈത്യ അപ്പാനിക്ക് അഭിനയം അറിയില്ല എന്ന് പറഞ്ഞതാണ് ശൈത്യ കംപ്ലൈൻറ്റ് ചെയ്തത്. പക്ഷെ അങ്ങനെ അനീഷ് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. അനീഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവരെന്തോ BB+ എന്തോ ആണ്, ഏതൊരു എനിക്ക് തോന്നുന്ന സെക്കൻഡ് ഡേയിലോ തേർഡ് ഡേയിലോ ഏതോ BB+ ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇതാണ് അഭിനയം എന്ന് പറഞ്ഞ് അപ്പാനീനെ ട്രിഗർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അപ്പാനിയെ ട്രിഗർ ചെയ്യാൻ അനീഷ് നോക്കുന്നുണ്ട്, ഞാൻ കണ്ടതാണ്. അപ്പാനി അതിനൊക്കെ അവിടെ അവർ പറഞ്ഞു. പക്ഷെ അപ്പാനിക്ക് അത് ഓർമ്മയില്ല. അവിടെ നിന്ന് കണ്ടവർക്ക് ഓർമ്മയുണ്ട്, അപ്പാനിക്ക് അത് ഓർമ്മയില്ല. ശൈത്യക്കൊന്നും ഓർമ്മയില്ലെന്ന് ശൈത്യക്ക് ഓർമ്മയുണ്ട്, പക്ഷെ അപ്പാനിക്ക് ഈ സംഭവം ഓർമ്മയില്ലെന്ന് പറയുന്നുണ്ട്. എനിക്കെന്തോ ഒരു ഓർമ്മയുണ്ട്, കാരണം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അനിമോളുടെ കേസ് മറ്റേ അടിവസ്ത്രത്തിന്റെ കേസാണ്. ജിസയിലുമായിട്ടുള്ള അടിവസ്ത്രത്തിന്റെ കേസ്, അവർ തമ്മിലുള്ള അടിയാണ്. അതിനെ അനീഷ്
ഇങ്ങനെ ഒരുമാതിരി ചൊറിയാൻ നോക്കി എന്നൊക്കെയാണ് അനിമോൾ പറയുന്നത്. ഇത് തന്നെയാണ് അനീഷ് അനിമോൾക്കെതിരെയും കൊടുത്ത കംപ്ലൈൻറ്റ്. അനീഷിനെ ഒരു റെസ്പെക്റ്റ് കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അനിമോൾക്കെതിരെയും അനീഷ് കംപ്ലൈൻറ്റ് ചെയ്തത്. അപ്പം ലാലേട്ടൻ പറയണത് ഇത് കണ്ടിട്ട് കിൻഡർ ഗാർഡൻ പോലെ ഉണ്ടെന്നൊക്കെ ലാലേട്ടനും പറയുന്നുണ്ട്. പിന്നീട് എവിക്ഷൻ്റെ മറ്റേ റിസൾട്ടാണ്. അതിൽ ആര്യനും ഷാരിഖയും സേവ്ഡ് ആണെന്ന് ലാലേട്ടൻ പറയുന്നു. എന്നിട്ട് ലാലേട്ടൻ ബ്രേക്കിന് പോവാണ്. ബ്രേക്കിന് പോയതിന് ശേഷമാണ് നമ്മുടെ അനിമോളും അനീഷും തമ്മിലൊരു വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പം അബി അത് പിടിച്ച് തുടങ്ങി. അബിയും ഒരു വലിയൊരു ഫൈറ്റിലോട്ട് പോകുന്നുണ്ട്. അബിയും അനീഷും തമ്മിൽ വലിയൊരു ഫൈറ്റിലോട്ട് പോയി. നല്ല എനിക്ക് തോന്നുന്നു അനീഷ് ചുമ്മാ ഇങ്ങനെ കീ കൊടുത്ത പാവാണെങ്കിൽ ഇങ്ങനെ ചിലച്ചുകൊണ്ടിരുന്നെങ്കിലും അബി പറഞ്ഞൊരു മൂലയ്ക്ക് അബി ഇരുത്തുന്നുണ്ട്. അബി നല്ല വൃത്തി കൊടുത്തിട്ടുണ്ട് അനീഷിന്. എന്നിട്ട് ലാലേട്ടൻ വന്നിട്ട് പറയാണ് നിങ്ങളുടെ കഴിഞ്ഞെങ്കിൽ നമ്മുടെ ഇത് തുടങ്ങാം എന്നും പറഞ്ഞ് ലാലേട്ടനും അവിടെ പറയുന്നുണ്ട്. എന്താണ് അബിയുടെ അടുത്ത് കാര്യം കേസൊക്കെ ചോദിച്ചു. അങ്ങനെ കുഴപ്പമില്ല, ലാലേട്ടൻ കടന്നോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിന് ഒനിയലുമായിട്ടുള്ള കംപ്ലൈൻറ്റാണ് അടുത്തത് എടുക്കുന്നത്. അത് ഈ ബിന്നിനെ വിഷം എന്ന് പറഞ്ഞ ആ ഒരു ഇത് എടുക്കുന്നുണ്ട് ഒനിയിൽ ഇങ്ങനെ പറഞ്ഞത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. പിന്നെ അനിമോള് അക്ബറും തമ്മിൽ, അതായത് അക്ബറിന്റെ നോട്ടം ശരിയെന്ന് അനിമോള് പറഞ്ഞു. പക്ഷെ അനിമോൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷെ ലാലേട്ടൻ അത് AV ഇട്ട് കാണിക്കുകയും ചെയ്തു. അങ്ങനെ അക്ബറിന്റെ നോട്ടം ശരിയല്ലെന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ആ വീഡിയോ വരെ പ്ലേ ചെയ്ത് AV വരെ പ്ലേ ചെയ്ത് കാണിച്ചു. പിന്നെ ജിസയിൽ കംപ്ലൈൻറ്റ് ചെയ്തത് ഷാനവാസിന് അഗെയിൻസ്റ്റ് ആണ്. അതായത് ഷാനവാസ് ഇങ്ങനെ ഉറങ്ങിയില്ല, ഗെയിമായിരുന്നു അങ്ങനെ പറഞ്ഞപ്പം ജിസൈലിൻ്റെ ചങ്ക് പൊട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അതൊരു രസമായിരുന്നെങ്കിലും അതാ ജിസൈലിൻ്റെ ഒരു ഫീലിങ്സ് ആയിരുന്നു. കാരണം ജിസൈലിന് അത് ഞെട്ടിപ്പോയി, ഷോക്കായിപ്പോയി എന്ന് ജിസൈൽ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഷാനവാസിൻ്റെ ക്യാപ്റ്റൻസി അനീഷിൻ്റെ ക്യാപ്റ്റൻസിയും പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്, പഴയ ക്യാപ്റ്റനെ കണക്കെ അനുകരിക്കേ ഇല്ല, ഞാൻ അതുപോലെ പെരുമാറേ ഇല്ലെന്നാണ് ഷാനവാസ് പറയുന്നുണ്ട്. പക്ഷെ ഷാനവാസിൻ്റെ ക്യാപ്റ്റൻസിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഷാനവാസ് ക്യാപ്റ്റൻസിയിലുണ്ടെങ്കിലും ഷാനവാസ് ഓൾറെഡി നോമിനേറ്റഡ് ആണ്. അതായത് അടുത്ത എവിക്ഷനിലോട്ട് ഷാനവാസ് ഓൾറെഡി നോമിനേറ്റഡ് ആണ്. എന്നിട്ട് അടുത്ത എവിക്ഷൻ്റെ റിസൾട്ട് പറയുന്നുണ്ട്. രേണു സുദീപ് ഇതാണെന്നും നമ്മുടെ രേണു സേവ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജയിൽ ടാസ്കിനെ കുറിച്ചുമൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. നമ്മുടെ ജയിൽ ടാസ്കിൽ ഇവർ ജയിൽ റൂൾസൊക്കെ വയലേറ്റ് ചെയ്തല്ലോ. അതായത് ഹൈഡ് ആൻഡ് സീക്ക് ഒളിച്ച് കളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ കാപ്പി എല്ലാവർക്കും മറ്റുള്ളവർക്ക് കൊടുക്കുകയും നെവിൻ നമ്മുടെ ലിപ്സ്റ്റിക് ഇട്ട് അനിമക്ക് കൊടുക്കുകയൊക്കെ ചെയ്തത് ജയിൽ റൂൾസിന് അഗെയിൻസ്റ്റ് ആണ്. പക്ഷേ ഇത് ലാലേട്ടൻ പറയുന്നുണ്ട് ജയിലിൽ ഇനിയും മാറ്റങ്ങളുണ്ടാവും, ഇതൊരു ട്രയലായിരുന്നു, ഇനിയും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് അഗെയിൻസ്റ്റ് അനിമോൾ പറഞ്ഞുകൊണ്ട് ഷാനവാസ് ഒരു ഭൂതവും ഉണ്ടാക്കിയില്ല. അത് പക്ഷെ ഷാനവാസ് എന്താ പറയുക, ഒരു പിലാത്തോസ് കൈ കഴുകി എന്ന് പറയുന്നത് ഈ പണി ഉണ്ടാക്കി വെച്ച ഷാനവാസ് നൈസായിട്ട് അങ്ങ് ഊരി വന്ന് അവർക്കെതിരെ അപ്പാനിക്കും അക്ബറിനും അഗെയിൻസ്റ്റ് ആയിട്ട് പോയി. എന്ന് വെച്ചാൽ അത് ഷാനവാസ് പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഞാനൊരു തമാശയായിട്ട് ഒരു ഇതിന് വേണ്ടി എടുത്തതാണ്, പക്ഷേ അതൊരു ഇവിടുത്തെ ഗ്യാങ് ഉണ്ടല്ലോ അവർ അതിനെ ഊതിപ്പിച്ച് വലുതാക്കി, അപ്പോൾ ഇവൻ നല്ല പിള്ളയും അവർ മോശക്കാരും എന്നുള്ള രീതിക്ക് കൊണ്ടുപോയി. പക്ഷെ അക്ബർ അത് പൊളിച്ചു കൊടുക്കുന്നുമുണ്ട്. പിന്നീട് നെവിനും ജിസൈലിനും ആണ് ബാക്കിയുള്ളത്. അവരും എവിക്ഷൻ ഫ്രീ ആയി, അതായത് അവരും സേവ്ഡ് ആയെന്ന് ലാലേട്ടൻ അനൗൺസ് ചെയ്യുകയാണ്. അങ്ങനെയാണ് അവരോട് അങ്ങനെ അതിനുശേഷം നമ്മുടെ മുൻഷി രഞ്ജിത്ത് സ്റ്റേജിലോട്ട് വരെയാണ് എവിക്ഷന് ശേഷം. ആദ്യമേ പോയെങ്കിലും പിന്നീടാണ് രഞ്ജിത്തിനെ കാണിക്കുന്നത്. അങ്ങനെ രഞ്ജിത്ത് സ്റ്റേജിലോട്ട് വന്ന് രഞ്ജിത്തിൻ്റെ ജേണി അല്ലേ ഹെവിയായിട്ട്, വലിയ നീണ്ട ജേണിയൊന്നും അല്ല, അതാണ് ഒരു 2-3 മിനിറ്റുള്ള വീഡിയോ മാത്രമേ ഇട്ട് കാണിച്ചു കൊടുത്തുള്ളൂ. പിന്നെ നേരെ ഹൗസിലോട്ട് പോവാണ്. അപ്പോൾ രഞ്ജിത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആരോ ഒരാൾ കംപ്ലൈൻറ്റ് പറഞ്ഞു. അത് രഞ്ജിത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്ത് അത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ രഞ്ജിത്ത് ഒരു കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട്, അത് ആരോടും ഒരു പരിഭവം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ രഞ്ജിത്ത് എഴുതിയെന്നും പറഞ്ഞ് ലെറ്റർ ലാലേട്ടൻ വായിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. അതുമാത്രമല്ല ലാലേട്ടൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഇത് മിഡ് വീക്ക് എവിക്ഷൻസ് വരെ ഉണ്ടാകാൻ ഉള്ള ചാൻസും മത്സരം കുറച്ചും കൂടെ മുറുകാനും പണിപ്പുരയിലുള്ള പണികൾ കൂടുതൽ കൊടുക്കാനും ഒക്കെയുള്ള എല്ലാം ഉണ്ടായിരിക്കുന്നതാണെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാവുമെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ പുകൻ്റെ കൊള്ളി പുറത്തുള്ള ടാസ്ക് അതൊരു മിഡ് വീക്ക് എവിക്ഷൻ ആയിരുന്നു, ശരിക്കും ഇതൊരു മിഡ് വീക്ക് എവിക്ഷൻ ആയിരുന്നു. പക്ഷെ ഇവരാരും കളിച്ചില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതിനുശേഷം നമ്മുടെ അനീഷും
ആദിലയും നൂറയും കൂടെ സംസാരിച്ച് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നിട്ടും അനീഷ് ചുമ്മാ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദിലയുടെ നൂറേനെ. എനിക്ക് മനസ്സിലാവുന്നില്ല അനീഷിന്റെ ക്യാരക്ടർ എന്തുമാത്രം വൈൽഡാണെന്ന്. അനീഷിന്റെ ക്യാരക്ടർ ഇത്ര വൈൽഡ്, ഭയങ്കര ഓവറാണ് അനീഷ്. പക്ഷെ എനിക്ക് പേഴ്സണലി അനീഷ് നന്നായിട്ട് അവിടെ കോണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. മുമ്പ് വന്ന കഴിഞ്ഞ കോമണേഴ്സിനെ പോലെയല്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്തോ ഭയങ്കര ഓവറാണ്. ഇങ്ങനെ ഒരാളെ ഫീലിങ്സ് വെച്ച് ട്രിഗർ ചെയ്യുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല. അപ്പോൾ ഇവിടെയാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം മിഡ് വീക്ക് എവിക്ഷൻ നടക്കുമോ, എന്തൊക്കെ ട്വിസ്റ്റാണ് ഇനി സീസൺ 7 വരുന്നത്. എന്തായാലും ഈ ഒരു ആഴ്ച നല്ലൊരു ആഴ്ചയായിരുന്നു. ഒരുപാട് നല്ല ട്വിസ്റ്റ് പണികളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ആഴ്ച തന്നെയായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഒരു പടി മുമ്പിലാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇതിനേക്കാൾ വലിയ പണികൾ വരാതിരിക്കുന്നതെന്ന് നമുക്കിത് കണ്ടറിയാം. അപ്പോൾ നാളെ നോമിനേഷനാണ്. ഇപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് കാണും, റെസ്യൂം ചെയ്ത് കാണും. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും അടുത്ത ഒരാഴ്ചയെന്ന്. നാളത്തെ റിവ്യൂമായിട്ട് ഞാൻ വരുന്നത് വരെ സൈനിങ് ഓഫ്. അതുമാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.